ഷിഗല്ല അണുബാധ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ റിനി മേരി തോമസ് സംസാരിക്കുന്നു. കഴിഞ്ഞ മാർച്ച് മാസം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ എരഞ്ഞിക്കൽ എന്ന പ്രദേശത്ത് ഷിഗല്ലോസിസ് എന്ന അണുബാധ പടർന്നു പിടിക്കുകയും ആനക്കുഴിക്കര ഗ്രാമത്തിലെ 3.5 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതുമൂലം മരണപ്പെടുകയും ഉണ്ടായി. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 51 രോഗികളിൽ 12 പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിരുന്നു. എന്താണ് ഷിഗല്ലോസിസ് എന്ന് നമുക്ക് നോക്കാം. ഷിഗല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന കുടലിലെ അണുബാധയാണ് ഷിഗല്ലോസിസ്. ആഗോളതലത്തിൽ കണക്കെടുത്താൽ കുറഞ്ഞത് 160 ദശലക്ഷം ആളുകളിൽ ഈ അണുബാധ കാണപ്പെടുന്നു. ഇതിലധികവും വികസ്വര രാജ്യങ്ങളിൽ ആണ്. കൊച്ചുകുട്ടികളെയാണ് ഷിഗല്ലോസിസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. 1897 ജാപ്പനീസ് മൈക്രോബയോളജിസ്റ്റായ കിയോഷി ഷിഗ എന്ന വ്യക്തിയാണ് ഈ രോഗാണുവിനെ തിരിച്ചറിഞ്ഞത്. ബാസിലസ് ഡിസെൻട്രിയ എന്ന നാമമായിരുന്നു അന്ന് അദ്ദേഹം ഇതിനു നൽകിയത്. എങ്കിലും 1930 അത് ഷിഗല്ല എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഷിഗല്ല എന്ന രോഗാണുവിനെക്കുറിച്ച് നമുക്ക് അല്പം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. വളരെ മാരകമായ ദണ്ഡാകൃതിയിലുള്ള ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് ഷിഗല്ല. ഈ രോഗാണു 4 ഇനങ്ങളിലായി കാണപ്പെടുന്നു. ഷിഗല്ല സോണി അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും സാധാരണ ഇനമാണിത്. ഷിഗല്ല ഫ്ലെക്സ്നേരി ഇന്ത്യയിലുടനീളം പ്രബലമായി കാണുന്നത് ഷിഗല്ല ഫ്ലെക്സ്നേരി എന്ന ഇനമാണ്. ഷിഗല്ല ബോയ്ഡി, ഷിഗല്ല ഡിസെൻട്രിയെ. കുടലിനുള്ളിൽ പ്രവേശിച്ചതിനു ശേഷം ഇവ കോശങ്ങൾക്കുള്ളിൽ പെറ്റുപെരുകുന്നു. അതോടൊപ്പം ചില വിഷപദാർത്ഥങ്ങൾ അഥവാ ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം കുടലിന്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ വ്യതിയാനം സംഭവിക്കുകയും സ്തരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം അഴുകി മലത്തോടൊപ്പം പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. വെറും 100-ൽ താഴെ അണുക്കൾ ഒരു വ്യക്തിയുടെ ശരീരത്തിനുള്ളിൽ കടന്നാൽ രോഗാണുബാധ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ അധികമാണ്. എങ്ങനെയാണ് ഷിഗല്ലോസിസ് എന്ന അണുബാധ പിടിപെടുന്നത്? മനുഷ്യ മലം കലർന്ന മലിനമായ ഭക്ഷണമോ വെള്ളമോ കഴിക്കുന്നതിലൂടെയും ഷിഗല്ല അണുബാധയുള്ളവരോ അടുത്തിടെ രോഗബാധിതരായവരോ ആയ ആളുകളുമായുള്ള സമ്പർക്കത്തിലൂടെയുമാണ് രോഗം പിടിപെടുന്നത്. ഇതിന്റെ ഉദാഹരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഷിഗല്ലയുടെ സാന്നിധ്യമുള്ള വസ്തുക്കൾ സ്പർശിക്കുക, രോഗമുള്ള കുഞ്ഞിന്റെ ഡയപ്പർ മാറ്റുക, രോഗി ഉപയോഗിച്ച ശുചിമുറി ഉപയോഗിക്കുക, രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുക, തടാകങ്ങൾ, നീന്തൽക്കുളങ്ങൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ മലിനമായ ജലം ഉള്ളിൽ ചെല്ലുക, രോഗിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുക. ഭക്ഷണം, കുടിവെള്ളം എന്നിവയുടെ കാര്യത്തിൽ എത്ര നിഷ്കർഷത പുലർത്തിയാലും ചില സന്ദർഭങ്ങളിൽ നാം ഭക്ഷിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും മലിനമായവ ആയിരിക്കും. ഇനി ആർക്കാണ് ഷിഗല്ലോസിസ് വരാൻ സാധ്യത കൂടുതലുള്ളത് എന്ന് നോക്കാം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഈ രോഗം പിടിപെടാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത്. തിരക്കേറിയ സാഹചര്യങ്ങളിലും ഡേ കെയർ സെന്ററുകളിലും ഷിഗല്ലോസിസ് പൊട്ടിപ്പുറപ്പെടാറുണ്ട്. വികസ്വര രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരിലും ഇത് കൂടുതലായി കാണാറുണ്ട്. പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന പുരുഷന്മാരിൽ ഷിഗല്ലോസിസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ HIV പോലെയുള്ള രോഗാവസ്ഥ മൂലമോ കീമോതെറപ്പി പോലെയുള്ള ചികിത്സകൾ മൂലമോ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിൽ ഷിഗല്ലോസിസ് കൂടുതലായി കാണപ്പെടുന്നു. ഷിഗല്ലോസിസിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രോഗാണു ശരീരത്തിനുള്ളിൽ കടന്ന് 1-2 ദിവസം കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്നു. ചിലപ്പോൾ ഒരാഴ്ച വരെ എടുക്കും. രക്തമോ കഫമോ അടങ്ങിയ വയറിളക്കം, അതിസാരം, വയറുവേദന, പനി, ദഹനക്കുറവ്, ഓക്കാനം, ഛർദി, തുടരെ മലവിസർജനം നടത്തണം എന്ന തോന്നൽ. ലക്ഷണങ്ങൾ 7 ദിവസം വരെ നീണ്ടുനിൽക്കും. ചിലപ്പോൾ അവ കൂടുതൽ കാലം നിലനിൽക്കും. ഷിഗല്ല ബാധിച്ചതിനു ശേഷം ചിലരിൽ രോഗലക്ഷണങ്ങൾ കാണില്ല. എന്നാൽ രോഗാണുക്കൾക്ക് മലത്തിലൂടെ ഏതാനും ആഴ്ചകൾ വരെ പടരാൻ കഴിയും. രോഗസങ്കീർണതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈപ്പോകലീമിയ, പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുന്നു. ഹൈപ്പോനെട്രീമിയ, സോഡിയത്തിന്റെ അളവ് കുറയുന്നു. ഹൈപ്പോഗ്ലൈസീമിയ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നു. ഷോക്ക്, തുടർച്ചയായ വയറിളക്കം മൂലമുള്ള നിർജ്ജലീകരണം കാരണമുള്ള അവസ്ഥ. അപസ്മാരം, ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥ കാരണം ഫിറ്റ്സ് വരുന്നു. എൻകെഫലോപ്പതി, വിഷവസ്തുക്കളോ അണുബാധയോ മൂലം തലച്ചോറിന്റെ പ്രവർത്തന വൈകല്യം ഉണ്ടാകുന്നു. ഹീമോലിറ്റിക് യൂറീമിക് സിൻഡ്രോം, ഇത് അപൂർവവും ഗുരുതരവുമായ സങ്കീർണതയാണ്. ചുവന്ന രക്താണുക്കളെയും പ്ലേറ്റ്ലെറ്റുകളെയും നശിപ്പിക്കുകയും വൃക്കകളുടെ തകരാറിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പെരിറ്റോണൈറ്റിസ്, വൻകുടലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് അതിനുള്ളിൽ രോഗാണു പെറ്റുപെരുകി പൊട്ടി പഴുപ്പ് വയറിനുള്ളിൽ ബാധിക്കുന്നു. കുട്ടികളിൽ മുരടിപ്പിനും ക്ഷീണത്തിനും കാരണമായേക്കാവുന്ന തുടർച്ചയായ വയറിളക്കവും പോഷകാഹാരക്കുറവും ദീർഘകാല സങ്കീർണതകളിൽ ഉൾപ്പെടുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടിക്കോ ഇനി പറയുന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണ വിദഗ്ധനെ വിളിക്കുക, അല്ലെങ്കിൽ അടിയന്തര പരിചരണം തേടുക. രക്തരൂഷിതമായ വയറിളക്കം,
ശരീരഭാരം കുറയ്ക്കുന്നതിനും നിർജ്ജലീകരണത്തിനും കാരണമാകുന്ന വയറിളക്കം. വയറിളക്കത്തോടൊപ്പം 102 ഡിഗ്രി അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പനി, കഠിനമായ വയറുവേദന, ഇടയ്ക്കിടയ്ക്കുള്ള ഛർദി, മൂത്രം പോകാതിരിക്കുക അല്ലെങ്കിൽ വായയും തൊണ്ടയും വളരെ വരണ്ടതാകുക, നിൽക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെടുക തുടങ്ങിയ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ. നിങ്ങൾക്ക് രോഗപ്രതിരോധ ശക്തി കുറവാണെങ്കിൽ, ഷിഗല്ല അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണ വിദഗ്ധനെ ഉടനെ വിളിക്കുക. ഈ രോഗം നിങ്ങളെ ദീർഘകാലത്തേക്ക് രോഗിയാക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെയാണ് ഷിഗല്ലോസിസ് അണുബാധ ചികിത്സിക്കുന്നത്? ഏതൊരു വയറിളക്ക രോഗത്തെയും പോലെ നിർജ്ജലീകരണം തടയുക എന്നത് പ്രഥമ ശ്രദ്ധ അർഹിക്കുന്നു. നേരിയ രോഗാവസ്ഥയ്ക്ക് ORS ലായനികളും ലക്ഷണങ്ങൾ തീവ്രമാകുമ്പോൾ സിരകൾ വഴി ഡ്രിപ്പായും ചികിത്സ നൽകുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുടൽ ചലനം മന്ദഗതിയിലാക്കുന്ന മരുന്നുകളായ ലോമോട്ടിൽ തുടങ്ങിയവ ഒഴിവാക്കണം എന്നതാണ്. ഇവ സ്വാഭാവിക ബാക്ടീരിയ ഉന്മൂലന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും രോഗാവസ്ഥ നീണ്ടുപോകുകയും ചെയ്യും. ഷിഗല്ല അണുബാധയുള്ള മിക്ക വ്യക്തികളും സാധാരണയായി 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ ആന്റിബയോട്ടിക്കുകൾ ഇല്ലാതെ സുഖം പ്രാപിക്കാറുണ്ട്. എന്നാൽ കടുത്ത രക്തരൂക്ഷിതമായ വയറിളക്കവും രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ രോഗികളും ഉൾപ്പെടുന്ന കേസുകളിൽ പ്രാരംഭ ആന്റിബയോട്ടിക് ചികിത്സ നൽകാറുണ്ട്. ഇതോടൊപ്പം തന്നെ സിങ്ക്, വൈറ്റമിൻ സപ്ലിമെന്റ്സും നൽകാറുണ്ട്. ഷിഗല്ലോസിസിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്ന് നോക്കാം. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ് ഏറ്റവും പ്രധാനം. കൈകൾ ഇടയ്ക്കിടെ വൃത്തിയായി കഴുകുക. ചെറിയ കുട്ടികൾ കൈ കഴുകുമ്പോൾ മുതിർന്നവർ മേൽനോട്ടം വഹിക്കുക. വയറിളക്കമുള്ള സമയങ്ങളിൽ കുട്ടികളെ വീട്ടിൽ തന്നെ സംരക്ഷിക്കുക. കുടിവെള്ളം നന്നായി തിളപ്പിച്ചാറിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. പൊതുജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളം വയറ്റിനുള്ളിൽ ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാചകത്തിനും പാത്രങ്ങൾ കഴുകുന്നതിനുമായി ശുദ്ധജലത്തിന്റെ ഉപയോഗം ഉറപ്പുവരുത്തുക. രോഗികളുടെ വിസർജ്യം പറ്റിയ തുണികൾ, ഡയപ്പറുകൾ എന്നിവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. രോഗികളുടെ വസ്ത്രങ്ങൾ അണുനാശിനികൾ ഉപയോഗിച്ച് വൃത്തിയാക്കുക. വയറിളക്കമുള്ള വേളകളിൽ നിങ്ങൾ പാചകം ചെയ്യുന്നതിൽ നിന്നും ആഹാരപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക. അസുഖബാധിതനായ വ്യക്തിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. കൃത്യമായ ഇടവേളകളിൽ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഈ അണുബാധയെ പ്രതിരോധിക്കുന്നതിനായി വാക്സിൻ ഇതുവരെ വികസിപ്പിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ വ്യക്തിഗത ശുചിത്വവും പരിസര ശുചിത്വവും നിഷ്കർഷമായി പാലിക്കുകയാണ് ഏറ്റവും ആവശ്യമെന്ന അവബോധം സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ടതാണ്. ഷിഗല്ല അണുബാധ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ റിനി മേരി തോമസ്. വേനൽക്കാലത്ത് രാവിലെ 11-നും വൈകിട്ട് 3 മണിക്കും ഇടയിൽ സൂര്യരശ്മിയിലെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ ശക്തമായിരിക്കും. ഇവ ശരീരത്തിൽ പൊള്ളൽ അഥവാ സൺബേൺ ഉണ്ടാകാൻ കാരണമാകുന്നു. ചൂട് കുറഞ്ഞ നേരം നോക്കി ജോലി സമയം ക്രമീകരിക്കുക. ഡോക്ടർ എസ് അശ്വതി. ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള കട്ടി കുറഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൂര്യപ്രകാശം ഏൽക്കാനിടയുള്ള ഭാഗങ്ങളിൽ സൺബ്ലോക്ക് ക്രീമുകളോ ലോഷനുകളോ പുരട്ടാവുന്നതാണ്. വെയിൽ കൊള്ളുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും ക്രീം പുരട്ടുന്നതുകൊണ്ടേ പ്രയോജനം ലഭിക്കൂ. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ്, കുട, കൂളിംഗ് ഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക. ദിവസവും 2 നേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുക. നെല്ലിക്ക, രാമച്ചം, നാൽപ്പാമരം തുടങ്ങിയവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നതാണ് അഭികാമ്യം. പ്രകാശധാര